പ്രൈസ് ദി ലോർഡ്. ഇന്നത്തെ ചിന്തയ്ക്ക് എടുത്തിരിക്കുന്ന തിരുവചനം യോബിന്റെ പുസ്തകം 1-ാം അധ്യായം 21-ാം വാക്യം. യഹോവ തന്നു, യഹോവ എടുത്തു, യഹോവയുടെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ എന്ന് പറഞ്ഞു. പ്രിയ ദൈവമക്കളെ, സമൃദ്ധിയിൽ പറയുന്ന വാക്കല്ല ഇത്, ശൂന്യതയുടെ നടുവിൽ പറയുന്ന വാക്കാണത്. അതായത് ഹല്ലേലൂയ, ഹൃദയം തുറന്നു പറയുന്ന ഒരു വാക്കായി യോബ്. ഹല്ലേലൂയ, യഹോവ തന്നു, യഹോവ എടുത്തു, യഹോവയുടെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമ്മളിൽ എത്ര പേർക്ക് ഇത് പറയുവാൻ സാധിക്കും? ഹല്ലേലൂയ, യേശുവിനെ അനുഗമിക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ ഈ വാക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. ഹല്ലേലൂയ, വേറെ ആർക്കും ഇത് പറയുവാൻ സാധിക്കുകയില്ല. പ്രിയ ദൈവമക്കളെ, ഫിലിപ്പിയർക്കെഴുതിയ ലേഖനത്തിലെ പൗലോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട്, ഹല്ലേലൂയ, ഇതെല്ലാം എനിക്കറിയാം. നോക്കൂ, 11-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, ബുദ്ധിമുട്ട് നിമിത്തമല്ല ഞാൻ പറയുന്നത്, ഉള്ള അവസ്ഥയിൽ സംതൃപ്തിയോടിരിപ്പാൻ ഞാൻ പഠിച്ചിട്ടുണ്ട്. താഴ്ചയിൽ ഇരിപ്പാനും സമൃദ്ധിയിൽ ഇരിപ്പാനും എനിക്കറിയാം. തൃപ്തനായിരിക്കാനും വിശന്നിരിപ്പാനും സമൃദ്ധിയിൽ ഇരിപ്പാനും ബുദ്ധിമുട്ട് അനുഭവിപ്പാനും എല്ലാം ഞാൻ ശീലിച്ചിരിക്കുന്നു. പ്രിയ മക്കളെ, ഹല്ലേലൂയ. എന്നിട്ട് 13-ാം വാക്യത്തിൽ പറയുന്നത് നോക്കൂ, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു. ഹല്ലേലൂയ. പ്രിയ മക്കളെ, പൗലോസ് അപ്പോസ്തലൻ തന്റെ ജീവിതത്തിൽ വിളിച്ചു പറയുന്ന വാക്കായത്. ഹല്ലേലൂയ, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം. പ്രിയ മക്കളെ നോക്കൂ, ഹല്ലേലൂയ, കാരാഗൃഹത്തിലായിരുന്നപ്പോഴും പറയാണ്, നിങ്ങൾ സന്തോഷിപ്പിൻ സന്തോഷിപ്പിൻ എന്ന. ഹല്ലേലൂയ, ഒരു യേശുവിനോട് കൂടെ ഇരിക്കുന്ന, യേശുവിനെ അനുഗമിക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ ഇത് പറയുവാൻ കഴിയുകയുള്ളൂ. ഹല്ലേലൂയ. അതായത് പൗലോസ് അപ്പോസ്തലൻ കടന്നുപോയ അവസ്ഥകള് ഏതെല്ലാം രീതിയിലൂടെയാണ് ഹല്ലേലൂയ തന്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയത്, അതും യേശുവിന്റെ നാമത്തിന് വേണ്ടി ഹല്ലേലൂയ നിലനിന്നതൊക്കെ നമുക്കറിയാം. ഹല്ലേലൂയ. നോക്കൂ, യേശുപ്പൻ തന്നെ നോക്കൂ, വിയർപ്പിനോടൊപ്പം രക്തം ചൊരിയുമ്പോഴും യേശുപ്പൻ പറയുകയാണ്, ഹല്ലേലൂയ, കർത്താപ്പച്ചനെ സ്തുതിക്കുന്നതാ നമുക്ക് കാണാൻ കഴിയുന്നത്. ഹല്ലേലൂയ. നോക്കൂ, യോബിന്റെ 4 ഗുണങ്ങളാ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതായത് 1-ാം അധ്യായം 8-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, യഹോവ സാത്താനോട്, എന്റെ ദാസനായി യോബിന്മേൽ നീ ദൃഷ്ടി വെച്ചുവോ? അവനെ പോലെ നിഷ്കളങ്കനും നേരുള്ളവനും ദൈവഭക്തനും ദോഷം വിട്ടകലുന്നവനും ഭൂമിയിൽ ആരുമില്ലല്ലോ. ഹല്ലേലൂയ. എല്ലാവിധ ഗുണങ്ങളുമുള്ള ഹല്ലേലൂയ ഒരുവനാണ് ഇയ്യോബ്. ഹല്ലേലൂയ. അന്നത്തെ ജനങ്ങളെല്ലാം തൻ്റെ ഇഷ്ടപ്രകാരം നടക്കുമ്പോൾ ഇയ്യോബ് ഭക്തിയോടെ ജീവിച്ചു. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുകളുള്ള ഹല്ലേലൂയ കർത്താപ്പച്ച ഇതെല്ലാം ഊടാടി നോക്കി കണ്ട് നടക്കുക. നമ്മുടെ അവസ്ഥകള്, നമ്മുടെ വിഷയങ്ങള്, ഹല്ലേലൂയ, നാം ഏത് രീതിയിലാണ് കർത്താവിനെ അനുഗമിക്കുന്നതെന്ന് നോക്കി നടക്കുക. നമ്മെ അറിയുന്ന ദൈവം എല്ലാം മനസ്സിലാക്കുന്നു. ഹല്ലേലൂയ. നമ്മെ കുറിച്ച് ദൈവം എന്താണ് പറയുന്നതെന്ന് നാം ഒന്ന് നോക്കണം. ഹല്ലേലൂയ. അതായത് നല്ലവനും വിശ്വസ്തനുമായ ദാസനെ എന്ന് ആ വിളി കേൾക്കുവാനാണോ നാം ആഗ്രഹിക്കുന്നത്, അതോ ദുഷ്ടദാസനെ എന്ന് പറയുന്ന വിളിയാണോ? പ്രിയ മക്കളെ, നല്ലവനും വിശ്വസ്തനുമായ ദാസനെ എന്നുള്ള വിളി നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന താലന്ത് നാം വിശ്വസ്തയോടെ കൈകാര്യം ചെയ്യണം. ഹല്ലേലൂയ. നോക്കൂ, യോബിന്റെ പുസ്തകം 1-ാം അധ്യായത്തിൽ ആ 2-ാം വാക്യമൊക്കെ നോക്കുമ്പോൾ നമുക്കറിയാം യോബിന്റെ ജീവിതം എങ്ങനെയായിരുന്നു, യോബ് എങ്ങനെയുള്ള മനുഷ്യനായിരുന്നു എന്നൊക്കെ. ഹല്ലേലൂയ. എങ്കിലും ഹല്ലേലൂയ, എങ്ങനെയൊക്കെ സമ്പൽ സമൃദ്ധി എല്ലാം ഉണ്ടായിട്ടും യോബ് ദൈവത്തെ മറന്നില്ല. പ്രിയ മക്കളെ, ഇന്ന് സാമ്പത്തികമായിട്ട് അല്പം മുന്നോട്ട് പോകുമ്പോൾ കർത്താവിനെ വിളിക്കുവാൻ നമ്മൾ മറന്നു പോകും. ഹല്ലേലൂയ. നോക്കൂ, യോബിന്റെ പുസ്തകത്തിൽ പറയുകയാണ്, നിഷ്കളങ്കനും നേരുള്ളവനും ദൈവഭക്തനും ദോഷം വിട്ടകലുന്നവനുമായിരുന്നു. അവൻ 7 പുത്രന്മാരും 3 പുത്രിമാരും ജനിച്ചു. അവന് 7000 ആടും 3000 ഒട്ടകവും 500 കാളയും 500 പെൺകഴുതയുമായി മൃഗസമ്പത്തും ഏറ്റവും വളരെ ദാസജനവും ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. പ്രിയ മക്കൾ, എല്ലാവരിലും മഹാനായി ജീവിച്ച ഈ യോബ് ഹല്ലേലൂയ തന്റെ ജീവിതത്തിൽ യഹോവയെ മറന്ന് ഒന്നും ചെയ്യുവാൻ ആഗ്രഹിച്ചില്ല. ഹല്ലേലൂയ. യഹോവയ്ക്ക് മുൻസ്ഥാനം കൊടുത്തു. പ്രിയ മക്കളെ, നാം കർത്താവിന് മുൻസ്ഥാനം കൊടുക്കുകയാണെങ്കിൽ കർത്താവ് നമ്മെ ശൂന്യതയുടെ നടുവിൽ കൂടെ കൊണ്ടുപോയാലും നമ്മെ അവിടുന്ന് ഉയർത്തുന്ന അപ്പനാ, നമ്മോട് കൂടെ നിൽക്കുന്ന അപ്പനാ. ഹല്ലേലൂയ. പലപ്പോഴും നമ്മെ തള്ളിക്കളഞ്ഞ അവസ്ഥകൾ ഉണ്ടായിരിക്കാം. നമുക്കറിയാം ദാവീദ് ഹല്ലേലൂയ കാട്ടിലാണ് കിടന്നത്. ഹല്ലേലൂയ
ഹല്ലേലൂയ, യഹോവ അവനെ കണ്ടു. നമ്മുടെ അപ്പച്ചൻ നമ്മെ കാണുന്നുണ്ട് പ്രിയ മക്കളെ. ഹല്ലേലൂയ, നമ്മെ ഒരിക്കലും നമ്മെ കൈവിടാത്ത അപ്പന. ഹല്ലേലൂയ. നോക്കൂ, യോബിന്റെ ജീവിതത്തിലെ ആരാധനയൊന്നും കുറഞ്ഞില്ല. യോബിന്റെ പുസ്തകം 1-ാം അധ്യായം 5-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, എന്നാൽ വിരുന്നു നാളുകൾ വട്ടം തികയുമ്പോൾ യോബ്, പക്ഷെ എന്റെ പുത്രന്മാർ പാപം ചെയ്ത് ദൈവത്തെ ഹൃദയം കൊണ്ട് ത്യജിച്ചു പോയിരിക്കുമെന്ന് പറഞ്ഞ് ആളയച്ച് അവരെ വരുത്തി ശുദ്ധീകരിക്കുകയും രാവിലെ എഴുന്നേറ്റ് അവരുടെ സംഖ്യക്കൊത്തവണ്ണം ഹോമയാഗങ്ങളെ കഴിക്കുകയും ചെയ്യും. ഇങ്ങനെ യോബ് എല്ലായ്പ്പോഴും ചെയ്തു പോന്നു. ഹല്ലേലൂയ. പ്രിയ മക്കളെ, സമ്പത്തിന്റെ നടുവിൽ ജനങ്ങൾ ആരാധനയൊക്കെ മറന്നു പോകുമ്പോൾ ഇവിടെ യോബ് ഹല്ലേലൂയ തന്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഹല്ലേലൂയ ആരാധന കഴിക്കുന്നതിൽ ഹല്ലേലൂയ അവൻ മറന്നുപോയില്ല. ഇവിടെ പറയുകയാണ് ഹല്ലേലൂയ, ദിവസവും രാവിലെ ഹല്ലേലൂയ ഹല്ലേലൂയ എഴുന്നേറ്റ് അവരുടെ സംഖ്യക്കൊത്തവണ്ണം ഹോമയാഗങ്ങളെ കഴിക്കും. ഹല്ലേലൂയ. പ്രിയ മക്കളെ, ഇന്നെത്ര പേരാണ് രാവിലെ കാലം എഴുന്നേറ്റ് പ്രാർത്ഥിക്കുന്നത്? ഹല്ലേലൂയ. തന്റെ കുഞ്ഞുങ്ങളെ വിളിച്ചുണർത്താറുണ്ടോ? അല്ലെങ്കിൽ നമ്മൾ തന്നെ ഹല്ലേലൂയ പാടി പ്രാർത്ഥിക്കുന്നുണ്ടോ? ഹല്ലേലൂയ. കുഞ്ഞുങ്ങൾ തന്റെ ഇഷ്ടത്തിന് നടക്കുമ്പോൾ ഹല്ലേലൂയ ഈ ദിവസങ്ങളിൽ ദൈവസന്നിധിയിൽ മുഴങ്കാൽ മടക്കിയെങ്കിൽ മാത്രമേ ഈ ലോകത്ത് നിലനിൽപ്പാൻ സാധിക്കുകയുള്ളൂ. ഹല്ലേലൂയ. തലമുറകൾക്കുടെ വിഷയത്തിന് വേണ്ടി അനേക മാതാപിതാക്കൾ ഹല്ലേലൂയ എന്ന് കണ്ണുനീരൊഴുക്കുകയാണ്. പ്രിയ മക്കളെ, ഹല്ലേലൂയ യോബ് ഒന്നും മറന്നില്ല. എല്ലാവരെയും വിളിച്ചു വരുത്തി ശുദ്ധീകരണത്തിനായി ഏൽപ്പിച്ചു കൊടുക്കുമായിരുന്നു. ഹല്ലേലൂയ. പ്രിയ മക്കളെ, നാം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഹല്ലേലൂയ കണ്ണുനീരൊഴുക്കുന്നവരായിരിക്കണം. അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. ഈ ലോകത്ത് ജീവിക്കണമെങ്കിൽ യഹോവയുടെ ഹല്ലേലൂയ കർത്താവിന്റെ സാന്നിധ്യം ഉണ്ടെങ്കിൽ മാത്രമേ ഒക്കുകയുള്ളൂ. ഇന്ന് പല സംഭവങ്ങളും വിളിച്ചറിയിക്കുന്നു. പല സംഭവങ്ങളും നമ്മൾ കേൾക്കുമ്പോഴും കാണുമ്പോഴും കർത്താവേ നമ്മുടെ കുഞ്ഞുങ്ങളെ ദൈവം പരിപാലിക്കണമേ എന്ന് പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. നോക്കൂ, നാം എന്തെല്ലാം തെറ്റുകളാണ് ഓരോ ദിവസവും ചെയ്യുന്നത്. ഹല്ലേലൂയ. നമ്മുടെ തെറ്റുകൾ ഏറ്റു പറയണം. പ്രിയ മക്കളെ, സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്ന ആ പുണ്യാകരത്വം നമ്മെ ശുദ്ധീകരിക്കും. നമ്മുടെ ദൈവം വിശുദ്ധീകരിക്കുന്ന അപ്പനാ, വിശുദ്ധിയിൽ ഭയങ്കരനാണ്. ഹല്ലേലൂയ. കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. പ്രിയ മക്കളെ, യഹോവ തന്നു, യഹോവ എടുത്തു, യഹോവയുടെ നാമം വാഴ്ത്തപ്പെടുമാറാട്ടെ എന്ന് ഹല്ലേലൂയ യോബ് പറയുവാൻ കാരണമുണ്ട്. പ്രിയ മക്കളെ, ഹല്ലേലൂയ. യോബിനുള്ളതെല്ലാം നഷ്ടമാകുന്ന ഒരു ദിനം വന്നിരുന്നു. പ്രിയ മക്കളെ, എല്ലാവരിൽ നിന്ന് നഷ്ടപ്പെട്ടു. ഹല്ലേലൂയ. അപ്പോഴാണ് പറയുന്നത് ഹല്ലേലൂയ യഹോവ തന്നു, യഹോവ എടുത്തു എന്ന്. ഹല്ലേലൂയ. നോക്കൂ, അതിന്റെ നമ്മളാണെങ്കിൽ 13-ാം വാക്യം മുതലൊക്കെ വായിച്ചു നോക്കുമ്പോൾ അറിയാം, എല്ലാം നഷ്ടപ്പെട്ട് ഒന്നുമില്ലാത്ത അവസ്ഥയിലായിരുന്നപ്പോൾ ഹല്ലേലൂയ നോക്കൂ പറയുകയാണ്, ഞാൻ യോബ് എഴുന്നേറ്റ് വസ്ത്രം കീറി തല ചിരിച്ച് സാഷ്ടാംഗം വീണ് നമസ്കരിച്ചു. നഗ്നനായി ഞാൻ എൻ്റെ അമ്മയുടെ ഗർഭത്തിൽ നിന്ന് പുറപ്പെട്ടു വന്നു, നഗ്നനായി തന്നെ മടങ്ങിപ്പോകും. യഹോവ തന്നു, യഹോവ എടുത്തു, യഹോവയുടെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഹല്ലേലൂയ. ഈ മൃഗസമ്പത്തുകളെ നമ്മുടെ ഹല്ലേലൂയ കുഞ്ഞുങ്ങളൊക്കെ ഹല്ലേലൂയ നമ്മിൽ നിന്ന് നഷ്ടമായി പോയാലും പ്രിയ മക്കളെ, നാം ഒരു കാര്യം ഓർക്കണം, എൻ്റെ അപ്പനാണ് എനിക്ക് തന്നത്. ഹല്ലേലൂയ. അപ്പന്റെ നാമം തന്നെ വാഴ്ത്തപ്പെടുമാറാകട്ടെ എന്ന് പറയുവാൻ എത്ര പേർക്ക് കഴിയും? ഹല്ലേലൂയ. പ്രിയ മക്കളെ, യേശു അപ്പച്ചന് വേണ്ടി ജീവിക്കുന്നവരായി തീരണം. കർത്താപ്പച്ചൻ ഹല്ലേലൂയ പ്രവർത്തിക്കുന്ന അപ്പന. യോബിന്റെ ഹല്ലേലൂയ അവസാന പുസ്തകങ്ങൾ വായിക്കുമ്പോൾ നമുക്കറിയാം ഇതിന്റെ എല്ലാം ഇരട്ടി പങ്ക് ഹല്ലേലൂയ യോബിന് കൊടുത്തതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. ഹല്ലേലൂയ. യഹോവയിൽ ആശ്രയം വെക്കുന്ന ആരെയും കർത്താവ് കൈവിടുകയില്ല. ഹല്ലേലൂയ. 42-ാം അധ്യായം 12-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, ഇങ്ങനെ യഹോവ യോബിന്റെ പിൻകാലത്തെ അവന്റെ മുൻകാലത്തെക്കാൾ അധികം അനുഗ്രഹിച്ചു. പ്രിയ മക്കളെ, അനുഗ്രഹം വേണോ? യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ അടിയുറച്ച് വിശ്വസിച്ച് കർത്താവിന്റെ കരങ്ങളിലേക്ക് വിഷയങ്ങൾ ഏൽപ്പിക്കുക. ഹല്ലേലൂയ. ദൈവനാമത്തിന് വേണ്ടി നാം നിലനിൽക്കുന്നവരായി തീരുക. ഹല്ലേലൂയ. കർത്താവേ, ഇന്ന് വചനം കേൾക്കുന്ന ഓരോ മക്കളും കർത്താവിന് വേണ്ടി സമയങ്ങൾ വേർതിരിക്കുന്നവരായി തീരട്ടെ. ഈ ലോകത്തിലുള്ളതൊക്കെ നഷ്ടമാകും, ഒരു ദിവസം ഇട്ടേട്ട് പോകേണ്ടതാണ്. ഹല്ലേലൂയ. നിത്യമായ ഒന്നിനു വേണ്ടി ഒരുങ്ങിക്കാത്തിരിപ്പാൻ ഓരോ മക്കളെയും സഹായിക്കണമേ. അതിനുവേണ്ടി ഓടുന്നവരായി തീരുവാൻ ഓരോരുത്തരെയും സഹായിക്കണം. അപ്പാ, കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. കർത്താപ്പച്ചൻ പ്രാർത്ഥന കേട്ട് ഓരോ മക്കളെയും അനുഗ്രഹിക്കുന്നതിനായി, അവർക്ക് വേണ്ടി ഹല്ലേലൂയ ദൈവം വലിയവ ചെയ്യുന്നതിനായി സ്തോത്രം. എല്ലാ മാനവും മോത്തും കർത്താവിന് യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലസ് യു ഓൾ. ബിനുവ
റോജു, മുംബൈ. ഹല്ലേലൂയ, സ്തോത്രം.